ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. നമ്മൾ അടിപൊളി ഡ്രിങ്ക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ദാഹവും വിശപ്പും ക്ഷീണവും ഒക്കെ നമ്മുടെ ചൂടിനും അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറക്കും ബെസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഡ്രിങ്ക് ആണ്. നമ്മൾ ഒരുപാട് കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ പാലും ഒക്കെ ചേർത്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കുന്ന ഡ്രിങ്ക്സ് ആണ് കേട്ടോ. വളരെ വേഗത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നമ്മൾ ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. അപ്പൊ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമുക്കതിനായിട്ട് ആദ്യം തന്നെ 1/2 ലിറ്റർ പാല് നമ്മൾ തിളപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ 1/2 ലിറ്റർ പാൽ നമ്മൾ എടുത്തേക്കാണ് കേട്ടോ. ഇനി നമുക്കിത് തിളപ്പിക്കാനായിട്ട് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ. ഈ കസ്റ്റാർഡ് പൗഡറിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാലിലോ നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തെടുപ്പിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ഈ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടുന്ന വെള്ളത്തിലോ പാലിലോ നിങ്ങൾക്ക് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം നമ്മുടെ പാല് തിളച്ചു വരാനാകുമ്പോഴത്തേനും നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എടുക്കാം. അപ്പൊ ഞാനിപ്പോ ഏകദേശം ഒരു 1/4 കപ്പിന് മുകളിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിൽ നന്നായിട്ട് തിളച്ചു വരുമ്പം ഈ ഒരു പാല് ഒരിക്കലും പാട കെട്ടാൻ അനുവദിക്കരുത് കേട്ടോ. തിളപ്പിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് അടിയിലൊന്നും പിടിക്കൂല, കാരണം നമ്മൾ 1 ലിറ്റർ പാലിലാണ് ഈ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ചേർത്തിരിക്കുന്നത്. അളവ് മാറിക്കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കും, കട്ടിയായിട്ട് പോകും. അപ്പൊ ഈ ഒരു അളവിലാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ലൂസ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കസ്റ്റാർഡ് പൗഡർ ഇട്ട് അതങ്ങ് കുറുക്കി എടുക്കരുത്. ഇതുപോലെ ലൂസ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഇത് ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ നല്ലതായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെച്ചു കൊടുക്കാം. ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ ചൂട് മാറി വരട്ടെ. അപ്പൊ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, കാരണം നമുക്കിത് കുടിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ കുറുക്കി എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആവൂല. അപ്പൊ ഇനി നമ്മളിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പം പച്ച മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പുളിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കരുത്. ഇത് മധുരമുള്ള ടൈപ്പ് ആയതുകൊണ്ടാണ് എടുത്തത്. ഇപ്പം കൂടുതലും മധുരമുള്ള ടൈപ്പാണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രേപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മധുരമുള്ള ടൈപ്പ് ആണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഷമാമും പഴവും അതുപോലെ തന്നെ വാട്ടർ മെലണും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പം എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് എടുത്തത്. നിങ്ങളിപ്പം എന്താണ് വേറെ ഫ്രൂട്ട്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആപ്പിള് അല്ലെന്നുണ്ടെങ്കിൽ പുളിപ്പ് വരാത്ത ഫ്രൂട്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ വളരെ ചെറുതായിട്ട് തന്നെ അരിയണം, കാരണം നമ്മളിത് കുടിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുമെങ്കിലും വലിയ വലിയ പീസസ് ആകുമ്പോൾ അത് കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതുപോലെ ചെറുതായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഷമാമാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അടുത്ത് മാംഗോ ഉണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഉണ്ടെങ്കിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഒരുപാട് അങ്ങ് ഫ്രൂട്ട്സ് ആക്കണമെന്നില്ല, കാരണം നമുക്കിത് കുടിക്കാനുള്ളതാണല്ലോ. നമുക്ക് പിന്നെ അന്നേരം കുറച്ച് ഫ്രൂട്ട്സ് ആക്കിയിട്ട് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പൊ ഇനി വാട്ടർ മെലണും അതുപോലെ തന്നെ പഴം, നമ്മൾ നേരത്തെ പഴം മെലണും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മുന്തിരി അരിഞ്ഞതും കൂടി ഇതിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാര പൊടിയാണ് കേട്ടോ. ഇതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് പഞ്ചസാര പൊടി ഉള്ളത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര പൊടിയായിട്ട് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് ഓപ്ഷണൽ ആണ്, കാരണം നമ്മുടെ ഫ്രൂട്ട്സിന് കടിക്കുമ്പോൾ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. ഞാനിപ്പോൾ കുറച്ച് മധുരം കൂടി വേണം എന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ മധുരം ചേർത്ത് കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം നമ്മൾ മറ്റേ കസ്റ്റാർഡ് തണുക്കുന്നതിന് വരെ ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ നല്ല തണുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കട്ട് ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതും നന്നായിട്ട് നല്ല തണുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരുമിച്ച് വെച്ച് മൊത്തത്തിലൊന്ന് തണുപ്പിച്ചെടുക്കണം. നല്ല തണുപ്പോടുകൂടി കുടിക്കുമ്പോഴാണ് കേട്ടോ ഇതിന് നല്ലൊരു ഇത് തോന്നിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ 10 മിനിറ്റ് മുന്നേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കസ്കസ് ആണ്. ഇത് നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഡ്രിങ്ക്സ് എല്ലാം ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാണ് ഈ ഒരു ചൂടി ടൈമിൽ. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ നമ്മൾ കുടിക്കുന്ന ഡ്രിങ്ക്സിൽ ഇതും കൂടി ചേർത്ത് കുടിച്ചാൽ വളരെയധികം റിഫ്രഷ്മെന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ.
ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി നമ്മുടെ അടിപൊളി ഡ്രിങ്ക്സ് ഇവിടെ റെഡിയാണ്. വേറെ നമുക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറേ അധികം ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഉള്ളിൽ പോകും. അത്രയ്ക്കും നല്ലൊരു ഡ്രിങ്ക്സ് ആണ്. അതുപോലെ തന്നെ ടേസ്റ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ കസ്റ്റാർഡിന്റെ ആ ഒരു ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കേണ്ട, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ല. ഇപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി അയച്ചു കൊടുക്കുക. നോമ്പിന്റെ ടൈം ഒക്കെ ആണല്ലോ, അവർക്കും കൂടി അതൊന്ന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് ഇതുപോലെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനബിൾ ചെയ്യാനും മറന്നുകൊണ്ട. ഓൾ എന്ന ഓപ്ഷൻ ഇനബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.